വാർത്തകളാണ് റീസെന്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്റെയും നിങ്ങളുടെയും നാട്ടിൽ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള മേർഡേഴ്സ് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു ഭീകരമായ എപ്പിഡമിക് ആയിരുന്നു കൊറോണ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുന്നിൽ മറ്റൊരു എപ്പിഡമിക്കായി മാറിയിരിക്കുകയാണ് മെത്ത് എപ്പിഡമിക് എന്ന മെത്തംഫെറ്റമിൻ എപ്പിഡമിക്. MDMA, കൊക്കെയിൻ, LSD മുതലായവയൊക്കെ പണ്ട് പണക്കാരിൽ മാത്രം കണ്ടുവന്നിരുന്നവയാണ്. എന്നാൽ ഇന്ന് അത് ചെറിയ കുട്ടികൾ മുതലുള്ള എല്ലാ സാധാരണക്കാരുടെ കയ്യിലും കണ്ടുവരുന്നു. കാരണം ഇന്ന് മാർക്കറ്റിൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അവൈലബിൾ ആണ്. വ്യത്യസ്ത ഫ്ലേവറിലും ഷേപ്പിലുമായി ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയെത്തുന്നു. മെത്ത്, ക്രിസ്റ്റൽ, കല്ല്, ചില്ല് എന്നിവയായിട്ടുള്ള വ്യത്യസ്ത തരം മാരകമായ ഡ്രഗ്സ് ആണ് ഇവ. നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഹോർമോൺസ് ബാലൻസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ഓവറായി പ്രൊഡക്ഷൻ നടക്കുകയും ഹോർമോണൽ ഇംബാലൻസ് കാരണം ഫ്യൂച്ചറിൽ ഷുഗർ, പ്രഷർ, ക്യാൻസർ, ബ്രെയിൻ സ്ട്രോക്ക് എന്നിവയിലേക്കും നയിക്കുന്നു. ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ അവരുടെ എല്ലാ പ്രോബ്ലംസും മറന്ന് വളരെ ഹാപ്പി ആയിട്ട് ഒരു ഡെല്യൂഷണൽ എഫക്റ്റിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രഗ്സിനെ ലവ് ഡ്രഗ്സ് എന്നും വിളിക്കുന്നു. വൺ ടൈം യൂസ് ചെയ്താൽ ഇത്തരം ഡ്രഗ്സ് പ്രോബ്ലം ആവുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഇത് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുകയും ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി എഡിക്ഷനെ കുറിച്ച് പറയാം. ഇതൊരു ന്യൂറോ സൈക്കാട്രിക് കണ്ടീഷൻ ആണ്. 1-2 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ തീർച്ചയായും ഇതൊരു എഡിക്ഷനായി മാറിയിട്ടുണ്ടാവും. ഡ്രഗ് എഡിക്ഷനും ഡ്രഗ് അബ്യൂസും രണ്ടും ഡിഫറെന്റ് ടൈപ്പാണ്. ഒരാൾക്ക് സ്വമേധയാ അവർ ചെയ്യുന്ന സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഗെയിം, ഗാംബ്ലിംഗ് അങ്ങനെ ഏത് തരത്തിലുള്ള കണ്ടീഷൻ ആണെങ്കിലും അത് സ്വമേധയാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡ്രഗ് അബ്യൂസ് എന്ന് വിളിക്കാം. ഇനി സ്വമേധയാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും കൺട്രോൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ അതൊരു ഡ്രഗ് എഡിക്ഷൻ ആയും നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഡ്രഗ് അബ്യൂസ് നമുക്ക് സ്വന്തമായി തന്നെ മാറ്റാം. എങ്കിൽ ഡ്രഗ് എഡിക്ഷനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡി എഡിക്ഷൻ ട്രീറ്റ്മെന്റ് നൽകുന്നതിലൂടെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ജീവനും ജീവിതവും ഇല്ലാതാക്കാനായി ഇതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ കൂടപ്പിറപ്പുകളോ ഭാര്യയോ മക്കളോ എന്നില്ലാതെ പല ഭയാനകരമായ വിപത്തുകളും നിങ്ങളിലൂടെ ഇത്